കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെയൊക്കെ ഒത്തിരി കമൻറ്റ്സ്, ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മാതാവേ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ, അങ്ങനെയുള്ള ഒത്തിരി കമൻറ്റ്സ് കാണാറുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം എൻ്റെ പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. എല്ലാവരെയും മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ വിശ്വസിച്ച് മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു കുഞ്ഞു മാലാഖയെ തന്ന് മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു വചനമാണ്. അത് ഇങ്ങനെയാണ്. യെശയ്യാ 66 അധ്യായം 9 വാക്യം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഇത് ഒരു വചനമാണ്. ഈ വചനം വിശ്വാസത്തോടു കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വചനം 1000 ടൈംസ് 1000 പ്രാവശ്യം എഴുതുക. വിശ്വാസത്തോടു കൂടി എഴുതുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് ആ ഒരു വചനം പറയുമ്പോൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുക. ഒരിക്കലും എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുകയില്ല, എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ കർത്താവ് നൽകും, എൻ്റെ മാതാവ് അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ എനിക്ക് നൽകും. എനിക്ക് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ മാതാവ് എടുത്തു മാറ്റി എനിക്ക് നല്ലൊരു കുഞ്ഞിനെ, എനിക്ക് നല്ലൊരു മാലാഖ കുഞ്ഞിനെ തന്നെ തന്ന് അനുഗ്രഹിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വചനം നമ്മൾ പറയുകയും ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതുപോലെ വയറിൽ തൊട്ടുകൊണ്ട് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുന്നു, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? എൻ്റെ കർത്താവ് ഒരിക്കലും എൻ്റെ ഗർഭപാത്രം അടച്ചു കളയുകയില്ല, എനിക്കൊരു കുഞ്ഞിനെ ഉറപ്പായിട്ടും നൽകും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുക. മാതാവ് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഈ വചനം ഉരുവിട്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. പറ്റുന്നവരൊക്കെ 1000 പ്രാവശ്യം എഴുതുക. അതുപോലെ തന്നെ 1000 പ്രാവശ്യം ഉരുവിടാൻ നമുക്ക് കൗണ്ട് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒരു കൊന്ത കയ്യിലെടുത്തുകൊണ്ട് ആ കൊന്തയുടെ മുത്ത് ഇങ്ങനെ 10 ടൈംസ് ആകുമ്പോൾ അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അത് ആ കൗണ്ട് എണ്ണം തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒരു കൊന്ത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലാം. ഏതാണോ നിങ്ങളുടെ കൺവീനിയൻസ് അതനുസരിച്ച് ചെയ്യുക. പിന്നെ കൗണ്ട് മാറിപ്പോകാതിരിക്കാനായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു 100 എണ്ണം ചെല്ലി അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത ചെല്ലുന്നത്. 110 ചെല്ലി പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ചെല്ലുന്നതെങ്കിൽ 110 എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ 111 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ എണ്ണം മാറിപ്പോകത്തില്ല. അങ്ങനെ നമ്മൾ പറയുകയും ഏറ്റുചൊല്ലി പറയുകയും വിശ്വാസത്തോടു കൂടി ഏറ്റുചൊല്ലി പറയുകയും ചെയ്യുക. അതുപോലെ 1000 പ്രാവശ്യം ഒരു പേപ്പറിൽ ഒരു പെണ്ണെടുത്ത് എഴുതുക. വിശ്വാസത്തോടു കൂടി എഴുതുക. മാതാവ് ഉറപ്പായും നിങ്ങളെ അനുഗ്രഹിക്കും. മാതാവിൻ്റെ അനുഗ്രഹം സമർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞു മാലാഖയെ തന്ന് അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഒഴുകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.